ആഗോളതലത്തിൽ തന്നെ 2017 വേനൽക്കാലം എന്നത് ഏറ്റവും രൂക്ഷമായ വേനലാണ് എന്നതാണ് ആഗോളതലത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. കേരളീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ, കാലാവസ്ഥാ നിരീക്ഷകരുടെയൊക്കെ മുന്നറിയിപ്പുകളും അങ്ങനെ തന്നെയാണ്. വളരെ കഠിനമായ ചൂട് ഇപ്രാവശ്യം എവിടെയും അനുഭവപ്പെടും. ഇപ്പോൾ തന്നെ പല കിണറുകളും വറ്റിപ്പോയി. നേരത്തെ വറ്റാതിരുന്ന, രൂക്ഷമായ വേനലും വറ്റാതിരുന്ന കിണറുകൾ കഠിനമായ വേനൽ എത്തുന്നതിന് മുമ്പ് തന്നെ കിണറുകൾ വറ്റിപ്പോയ സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, വെള്ളം എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ട കുറെ അദബുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, എത്ര കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ പോലും ധൂർത്ത്, അമിതമായ അമിതവ്യയം ചെയ്യാതിരിക്കുക എന്നതാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് അത് 3 തവണ മുഖം കഴുകുകയാണെങ്കിൽ അത് 4ാമത്തെ തവണ അത് ചെയ്യരുത്. 3 തവണ, അതിലധികമാക്കുന്നത് ധൂർത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വളരെ നന്നായി ഒഴുകുന്ന ഒരു പുഴയിലാണ് നിങ്ങൾ വുളൂ ചെയ്യുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് എങ്കിൽ പോലും അവിടെ പോലും ധൂർത്ത് ചെയ്യരുത് എന്ന് വെള്ളത്തിന്റെ ഉപയോഗത്തിൽ വളരെ മിതവ്യയം വളരെ കർശനമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, സ്വതക്ക ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് വെള്ളം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് സ്വതക്കയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അൽ മാ എന്ന് പറഞ്ഞു, വെള്ളം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ 2 കിണറുകൾ കുഴിച്ചു മഹാനവറുകൾ എന്നാണ്. അപ്പോ നമുക്ക് നമ്മുടെ കിണറിലോ മറ്റോ വെള്ളമുണ്ടെങ്കിൽ അത് അയൽക്കാർക്കും മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള വിശാലമായ മനസ്സ്, പണം കൊടുക്കുന്നതിനേക്കാൾ, സ്വർണം കൊടുക്കുന്നതിനേക്കാൾ, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കുടിവെള്ളം സ്വതക്കയായി നൽകുക എന്നത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായ പ്രവാചകാധ്യാപനങ്ങൾ നമ്മളൊക്കെ ഉൾക്കൊള്ളണം. ഇവിടുത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ കിണറുകളിൽ വെള്ളം ലഭിക്കണം, ബോർവെല്ലുകൾ, കുഴൽക്കിണറുകൾ, സാധാരണയുള്ള കിണറുകളൊക്കെ കുഴിക്കുമ്പോൾ അതിനെന്തെങ്കിലും ദിക്റോ പ്രാർത്ഥനയോ മറ്റോ ഉണ്ടോ എന്നതാണ് ചോദ്യം. കറാമത്തുകളും മുഅ്ജിസത്തുകളും അതിലൂടെ അത്ഭുതകരമായി വെള്ളം ലഭിക്കും. ഇവിടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു വിമർശന ബുദ്ധിയ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിൽ അങ്ങനെ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ വെള്ളം ലഭിക്കുമോ എന്ന്. സൗദി അറേബ്യയിലെ മക്കയിലെ അത്ഭുതകരമായ ഒരു കിണറുണ്ടല്ലോ, സംസം എന്ന കിണർ, അത് ഏറ്റവും വലിയൊരു മുഅ്ജിസത്തിന്റെ ദൃഷ്ടാന്തമല്ലേ? കാരണം ലോകാത്ഭുതങ്ങളിൽ സത്യത്തിൽ ഒരു മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിച്ച ചില വസ്തുക്കളെ ലോകാത്ഭുതങ്ങളായി എണ്ണാറുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അത് പഠനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും സത്യത്തിൽ സംസം. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഉപയോഗിച്ചാലും ആ ജലവിധാനം ഒരല്പം പോലും താഴുകയോ ഉയരുകയോ ചെയ്യാതെ 24 മണിക്കൂറും എത്രയോ വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വെള്ളത്തിന്റെ രുചി, ആ വെള്ളത്തിന്റെ പ്രത്യേകത ശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടു പോയതല്ലേ? മഹാനായ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹിച്ച് പൊരിഞ്ഞ് കാലിട്ടടിച്ച് കരഞ്ഞ ഭാഗത്ത് അവിടെ നിന്നാണ് സംസം പൊട്ടി ഒലിച്ചത്. അത് മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടൊരു മഹാത്ഭുതമല്ലേ അത്? അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്ജിസത്തുകളിലൂടെ, കറാമത്തുകളിലൂടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു അത്ഭുതകരമായി അവന്റെ ഖജാനകൾ നമുക്ക് തുറന്നു തരും. ഇൻഷാ അല്ലാഹ് മഹാന്മാരെ അനുഭവത്തിലൂടെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. നമ്മളൊരു കിണർ കുഴിക്കാൻ തുടങ്ങുന്നു, കുഴൽ കിണറോ അല്ലെങ്കിൽ സാധാ കിണറോ കുഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, സൂറത്ത് സ്വാദിലെ 42-ാമത്തെ ആയത്ത്, ഉർക്കുളു ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് എന്ന ചെറിയൊരു ആയത്താണ്. ഉർക്കുളു ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, സൂറത്ത് സ്വാദിലെ 42-ാമത്തെ ആയത്ത് 1000 തവണ പാരായണം ചെയ്യുക. കുറഞ്ഞ സമയം കൊണ്ട് തീരും. 1000 തവണ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. ഒരാൾ കിണർ കുഴിക്കാൻ തീരുമാനിച്ചു. ആ കിണറിന്റെ വർക്ക്, പണി തുടങ്ങുന്നതിന് മുമ്പ്, അത് അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ദിവസമോ, അന്നത്തെ ദിവസമായാൽ ഏറ്റവും നന്നായി 1000 തവണ ഈ ആയത്ത്, സൂറത്ത് സ്വാദിലെ 42-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് കിണറിന്റെ പണി ആരംഭിക്കുക. പണി തുടങ്ങുന്ന സമയത്ത് സൂറത്ത് യാസീനിലെ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹ വഅഖറജ്നാ മിൻഹാ ഹബ്ബൻ വമിൻഹു യഅകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തും മിൻ നഖീലിൻ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ എന്ന ആയത്തോതലും
വളരെ അത്ഭുതകരമായ ഫലം ലഭിക്കാൻ കാരണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. വായത്തുല്ലഹുമുൽ അർദുൽ മൈത്തത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് യാസിനകത്ത് മുമ്പ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ ഇത് 1000 തവണ ഈ ആയത്ത് ഓതുക. സൂറത്ത് സാദിലെ 42-ാമത്തെ ആയത്ത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ചില ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കിണറുണ്ട്, കോൾക്കിണറുണ്ട്, അതല്ലെങ്കിൽ സാധാരണ കിണറുണ്ട്, അതിൽ വെള്ളം ഇല്ലാതായി പോയി എന്നതാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സൂറത്ത് ഹൂദിലെ 42-43 ആയത്തുകൾ അത് 7 കഷ്ണങ്ങളിലായി എഴുതുക. അതായത് 7 കടലാസ് കഷ്ണങ്ങളിലായി അത് എഴുതുക. 42-43 ആയത്തുകൾ. എന്നിട്ട് ഒരു കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് ഈ ആയത്തുകൾ 100 തവണ പാരായണം ചെയ്യുക. ഒരു വട്ടം എഴുതുക ഒരു കടലാസ് കഷ്ണത്തിൽ. അങ്ങനെ 7 കടലാസ് കഷ്ണങ്ങളിലായി എഴുതി വെച്ചത് 100 തവണ ഈ ആയത്തുകൾ തന്നെ, സൂറത്ത് ഹൂദിലെ 42-43 ആയത്തുകൾ ഓതി നമ്മൾ ഈ എഴുതി വെച്ച ഈ കടലാസ് കഷ്ണത്തിലേക്ക് മന്ത്രിച്ച് അത് കിണറ്റിലേക്ക് ഇടുക. പിന്നെയും 100 തവണ ഈ ആയത്തുകൾ ഓതുക, അടുത്ത കടലാസ് കഷ്ണം എഴുതി വെച്ചത് മന്ത്രിക്കുക. അങ്ങനെ 7 തവണ അത് കിണറ്റിലേക്ക് ഇട്ടാൽ അതിന് മുജറബാത്തിലായ അനുഭവത്തിന്റെ, അങ്ങനെ കിണറുകളിൽ വെള്ളം ലഭിച്ചു എന്ന അനുഭവങ്ങൾ മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിങ്ങനെ പറയുന്നത് വിശ്വാസമുള്ള ആളുകൾ. വിശ്വാസമില്ലാത്ത ആളുകൾ ഇത് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. അതിൽ വിശ്വാസമുള്ള ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. അങ്ങനെ പ്രയോജനങ്ങൾ ലഭിച്ചു എന്ന അനുഭവങ്ങൾ മഹാന്മാര് കഴിഞ്ഞു പോയ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് വെള്ളം ഇല്ലാതെ വറ്റിപ്പോയ കിണറുകളടക്കം വെള്ളം ലഭിച്ചു എന്ന് മഹാന്മാര് അനുഭവത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. പടച്ച റബ്ബിന്റെ ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്ത് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹു എന്റെ ഖജാനകൾ തുറന്നു തരും. അത്ഭുതകരമായി കല്ലുകൾക്കിടയിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നുമൊക്കെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ നൽകുന്നവൻ പടച്ച റബ്ബല്ലേ. ചില ഘട്ടങ്ങളിൽ പടച്ച റബ്ബ് നൽകണ്ട എന്ന് തീരുമാനിച്ച അവന്റെ വിധി, അവന്റെ തീരുമാനം പോലും മാറ്റി നമുക്ക് നൽകുന്നത് പ്രാർത്ഥന കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടും ഒക്കെയാണ്. അതിനുള്ള വഴികളാണ് ഈ ദിക്റുകളിലും ഖുർആനുകളിലും ആയത്തുകളിലും ദുആകളിലും അതിലൂടെ നമ്മൾ പടച്ച റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് പല ആളുകൾക്കും അനുഭവം ഉണ്ടാകുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല നിയത്തോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, അതേപോലെ വളരെ രൂക്ഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും സമർപ്പണം, കുടുംബാംഗങ്ങൾക്കും നമ്മുടെയൊക്കെ വീടുകളിൽ അള്ളാഹു നമ്മുടെ കിണറുകളിലും ജലാശയങ്ങളിലും സമൃദ്ധമായ കുടിവെള്ളം പ്രദാനം ചെയ്യട്ടെ. വളരെ വലിയ ജലക്ഷാമത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും അള്ളാഹു നമ്മെ, സമുദായത്തെയും സമൂഹത്തെയും നമ്മുടെ നാടുകളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.